നൗഷാദേ ഇവിടെ എത്തിക്കണട്ടാ പല അടുത്ത് എത്തിക്കണേ ഇപ്പൊ ഇവിടെ ഉണ്ട്. പറഞ്ഞാളി സുഖമില്ലാതെ പറഞ്ഞാളി സുഖമില്ലാതെ പറഞ്ഞാൽ അല്ല ഓനക്ക് വിട്ടുകൊടുക്കാനാണ്. ഇത് ഞാനാണ് നൗഷാന് വിട്ടുകൊടുക്കാനാ. സുഖമല്ല വെച്ചേക്ക് നിങ്ങള്. നിങ്ങളെന്താ പേരൊന്ന് ചോദിക്കാണ്. നിങ്ങളെന്താ പേരൊന്ന്? നല്ല സുഖം തന്നെ. കുഴപ്പം പൈസ അയക്കാൻ പറയുന്നുണ്ട്. 1,00,000 ഉറുപ്പ്യ കിട്ടോ? അങ്ങനെയുള്ളൂ. 1,00,000 ഉറുപ്പ്യ അയക്കാന് അത് കേട്ടിട്ടുണ്ടാവില്ല. ആള് കണ്ടവിടെ പൈസ ആള് വേണ്ടേ? ഇത് ഉമ്മ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതും വേണം അല്ല സുഖമല്ല പോണത് യൂട്യൂബിലേക്ക് അങ്ങനെ പറയണം. ഇപ്പൊ മറുപടി പറയില്ല. ഇപ്പൊ ഒരു വെക്കണമായി എന്ന് പറയും. അപ്പൊ അത് കാരണം മോശാക്കാണ് അനിയനിക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇപ്പൊ പറയിപ്പോ വിചാരിച്ചിങ്ങനെ ഓനിക്കായിരിക്കും വെച്ചിട്ട് എന്നെ വിശ്വസിക്കാൻ വയ്യാത്ര. എന്നാലും വന്ന് സാള്ള പന കണ്ട് എല്ലാരും കുഴപ്പമൊന്നുമില്ല. നോഷാദേ കുഴപ്പമൊന്നും ചെപ്പാക്ക് ഇപ്പൊ പൈസ അയക്കാനാ എന്നോട് പറഞ്ഞത്. 1,00,000 ഉറുപ്പ്യ ഓ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓൻ പറഞ്ഞെന്താ വെച്ചാൽ കാരക്കുയിൻ്റെ അവിടെ വന്ന് നിൽക്കാന്. അവിടെ നിങ്ങളെന്താ പറിച്ചല്? കാരക്കുയിൻ്റെ അവിടെ വന്ന് എന്തായാലും സാള്ള പേരെയും കൂടെ ഇതെൻ്റെ അനിയൻ്റെ വണ്ടിയാട്ടാ അക്ബർ. എന്നാൽ ഞാൻ ഇവിടെ വെക്കുകയാണ്, നിർത്തുകയാണ് സാള്ള. എല്ലാവരും കണ്ട് മനൊക്കെ കണ്ട് എന്തായാലും ഉമ്മയുടെ മുന്നിൽ ഇവിടെ കൊണ്ടാണ് മുന്നിൽ നിർത്തി വീഡിയോ നിർത്തട്ടെ. ഉമ്മ അങ്ങോട്ട് നിന്നാണ് നല്ല പോലെ സാള്ള. നമ്മളെ യൂട്യൂബിൽ എല്ലാ 4,600 സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ പാട്ട് പണ്ട് നാളെ പോകുമ്പോ തന്നെ പാട്ട് പാടിയില്ലേ, താരാട്ട് പാട്ടുമായി. അത് അതിൽ കമന്റിൽ ഇരിക്കുന്ന ആളുകൾ അമ്മമാരുടെ കൂടെ നിന്ന പാട്ടൊക്കെ എന്തായാലും കുറ്റിപ്പുറത്തേക്ക് വന്നിക്കണേ. രാത്രി സമയമാണ്. ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. ഇന്നലെ വന്നിട്ട് പോകാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എൻ്റെ മക്കളൊക്കെ പാടെ കൂടിയിട്ട് മക്കൾക്ക് നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഒന്നും വാങ്ങാതെ വന്നതാണ്. ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് എന്താ വേണ്ട വെച്ചാൽ വാങ്ങിക്കൊടുക്കുക. അതാകുമ്പോൾ ഒരു സന്തോഷമാണ് മക്കൾക്ക്. മറ്റേ നമ്മൾ ബോംബെയിൽ നിന്നല്ല പ്രവാസികളായാലും അവിടുന്ന് ഓരോന്ന് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ വന്ന മക്കൾക്ക് ഇഷ്ടമുള്ളൊക്കെ സാധനങ്ങൾ മേടിക്കുക എന്നാൽ അവരെ മനസ്സിനൊരു സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതാണ് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത്, ഞങ്ങളൊന്നും മേടിച്ച് കൊണ്ടുവരണ്ടെന്ന്. എന്തിനാണ് നമ്മൾ അത്രയും പൈസ അവിടുന്ന് ചിലവാക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ എന്താ? ഇപ്പോൾ മക്കളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ണത്ത രാജ്യത്ത് നിന്ന് ഓരോന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് വാങ്ങി കൊടുത്തോളിയോ. ഇനിയിപ്പോൾ 50 രൂപ 100 രൂപ കൂടുതൽ പോയിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പോൾ പറ്റുമെന്ന് ഇനിയിപ്പോൾ രാത്രി മോളെ വീട്ടിലേക്കൊന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ 5-5 5/6/2025. കാരണം എൻ്റെ മോളെ വീട് എൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററും കൂടി ഇല്ല, 1.5 കിലോമീറ്ററുള്ളൂ. നമ്മളെ മാതിരി തന്നെയാണ് എൻ്റെ കുട്ടിനെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചിരിക്കണത്. നമ്മളെ കുടുംബത്തിൽ നമ്മളെ വേണ്ടപ്പെട്ടുള്ള വീട്ടിൽ തന്നെയാണ് ഇൻഷാ. ഞാൻ ഇവിടെ കട്ടാക്കാൻ എൻ്റെ മക്കൾ ഇവിടുത്തെ വേറെ എന്തൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കാറിലിരിക്കുക. ഇതാണ് എൻ്റെ നാനോക്കാറാണ്. നാനോക്കാർ കാരണം എന്താ സംഭവം എന്നറിയാമോ? കാരണം നമുക്ക് ഏത് പോക്കറ്റ് റോഡുണ്ടെങ്കിലും ആ പോക്കറ്റ് റോഡിൽ കൂടെ നമുക്ക് ഈ വണ്ടിയിട്ട് പോകാൻ പറ്റും. അതിനകത്ത് കൂടുതൽ വീതിയും വലുപ്പമുള്ള വണ്ടി ആകുമ്പോൾ വളരെ റിസ്ക്കാണ്. ഈ വണ്ടി അവിടെ ഇവിടെയും തട്ടിയിട്ട് മനസ്സിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ്. നമ്മൾ അത്രയും സർവീസുള്ളവർക്ക് കുഴപ്പമില്ല. എനിക്കത്ര സർവീസ് പോരാ വണ്ടി ഓടിച്ചിട്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ, ഉള്ളത് പറയാം. അപ്പോൾ ഞാനത് നാനോക്കാറാകുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്കും കൂടി വണ്ടി ഓടിച്ച് പഠിക്കാൻ. എൻ്റെ മോൾക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാം. അപ്പോൾ ഓൾക്കാകുമ്പോൾ ഈ വണ്ടിയായിട്ട് പോകാനൊക്കെ നല്ല പേടില്ല, ഉള്ളിലെ പാടില്ല, ചെറിയ വണ്ടിയാകാൻ. അപ്പോൾ മോളെ വീട്ടിൽ തന്നെ വലിയ വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയിട്ടൊന്നും എൻ്റെ മോൾക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. അവരിപ്പോൾ പുതിയ വണ്ടി എടുത്തിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ മക്കൾക്കും കൂടി പഠിക്കാൻ നല്ലൊരു സൗകര്യമുള്ളൊരു വണ്ടിയാണിത്. ഇപ്പോൾ രണ്ടാമത്തെ മോൾക്ക് ലൈസൻസ് കിട്ടി, മൂത്ത മോൾക്ക് എല്ലാം കിട്ടിക്കണേ. ഓൾ എല്ലാം വണ്ടി ഓടിക്കും, കാറും സ്കൂട്ടിയൊക്കെ ഓടിക്കും. ഇപ്പോൾ രണ്ടാമത്തെ മോൾക്ക് സ്കൂട്ടി മേടിച്ചിട്ട് അന്ന് ഞാൻ ലൈസൻസൊക്കെ എടുത്ത് കൊടുത്ത് ആ വീഡിയോക്കെ എന്നാൽ വിട്ടതാണ്. എന്നാൽ ശരി കേട്ടോ, ഓക്കെ ബൈ. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും നമസ്കാരം, നന്ദി, ഓക്കെ, അസ്സലാമു അലൈക്കും. സാധനം മേടിക്കാൻ വേണ്ടി വന്നതാ.
അന്നമോളെ പടകുട്ടിക്ക് എന്താ വേണ്ടത്? ഇപ്പൊ ബോംബെന്ന് വന്നിട്ട് ഇത് മതി. ഏതാ വേണ്ടത്? വേഗം ഏതാണ് എനിക്ക് വേണ്ടത്? വേഗം പറയും. അത് മതി. പിന്നെന്താ വേണ്ടേ? കാണിച്ചോട്ടെ, വേഗം കാണിച്ചോട്ടെ. ആ വേറെന്താ വേണ്ടത്? പിന്നെന്തേലും എന്നായിക്കോട്ടെ. ഇതിലിട്ടും പോരാ, അവള് ചിരിക്കുകയല്ലോ കാര്യം. ഏതാണ് എനിക്ക് വേണ്ടി? പോട്ടിക്ക് വലിയ ഐസ്ക്രീമോ? അതൊന്നും എടുത്തോ, വലിയ ഐസ്ക്രീം. ആ എടുത്തോ, എടുത്തോ. ആ അവിടെ അവർക്കൊക്കെ ഉണ്ടോ? കുട്ടികൾക്കൊക്കെ ഇല്ലേ? ആ എന്നായിക്കോട്ടെ. ആ എടുത്തോ. ഇനി വേറെ എടുക്കട്ടാ. അത് മതിയാ? എന്താ ഇപ്പം കുട്ടികളെ മോളെ സന്തോഷം നോക്കാൻ. ഇതാ ഞാൻ പറഞ്ഞു നിങ്ങളോട് എല്ലാവരോടും. കാരണം ബോംബെയിൽ മേടിച്ചിട്ട് നമ്മൾ പ്രവാസികൾ കണ്ട സ്ഥലത്തു നിന്ന് പോയി മേടിച്ച് വരാൻ നിൽക്കണ്ടട്ടാ. കുട്ടികൾക്ക് ഇവിടുന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുത്താൽ മതി. അതാകുമ്പോൾ മക്കൾക്ക് സന്തോഷമാണല്ലോ. ഓക്കെ, എന്തായാലും ഇവിടെ കുറ്റിപ്പുറം വന്നതാണ്. പോരാ? ഇനി വേണോ? ആ ഇനി തന്നില്ല എന്നുള്ള വിഷമമൊന്നും ചെല്ലോ. എന്നാ മതി. ഇനി പാട്ടിക്ക് ഇനി എന്തെങ്കിലും വേണോ? മതിയില്ലേ? ഇനി ബോംബെന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും ഇല്ല അവിടെ. റിസ്ബാനും ഇവർക്കൊക്കെ എല്ലാതും. ഇനി വേണോ? വേണമെങ്കിൽ അപ്പുറത്ത് പറഞ്ഞോ. എന്നാ ഞാൻ ഇപ്പോൾ വെക്കട്ടെ. ആ ഞങ്ങൾ കുറ്റിപ്പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടാ. എന്തായാലും മോളെ വീട്ടിൽ പോകാൻ 8:45 രാത്രി. സമയം ഒരുപാട് വൈകി. കുട്ടികളൊക്കെ ഒന്ന് വിളിക്കട്ടെ. റിസ്ബാനേ, മക്കളങ്ങോട്ട് വരെ. വേഗം വരി. ആ അങ്ങോട്ട് വന്നേ. കുട്ടികളൊക്കെ കണ്ട് കയറി. വേഗം കയറി. എന്താണ് സന്തോഷമായില്ലേ മോളെ? അവിടെ കുറ്റിപ്പുറം പോയിട്ട് ഇപ്പോൾ കുട്ടിക്ക് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി തന്നില്ലേ? റിസ്ബാനെ അനക്ക് സന്തോഷമായോ? ആ ഇവിടുന്ന് ബോംബെന്ന് കൊണ്ടുവരണ സുഖം, ഇവിടുന്ന് മേടിച്ച് തരണതാ സുഖം. അതാണ് മക്കളെ സന്തോഷം നോക്കാണ്. എന്നാൽ വേഗം കയറി. എന്തായാലും മൂത്ത മോളെ വീട്ടിൽ പോയാ സാറല്ല കട്ടാക്കട്ടെ. നീ ഇവിടുന്ന് കുട്ടികളൊക്കെ ഇരുന്നാ? ആ എന്നായിക്കോട്ടെ. എന്തായാലും മോളെ വീട്ടിൽ പോവാണ്. നമ്മളെ മുജീബിൻ്റെ വീടാന്ന് കാണിച്ചു കൊടുത്താ. മുജീബിൻ്റെ വീട് കാണിച്ചില്ലേ? ആ എൻ്റെ പാടെ പെങ്ങളെ മോൻ്റെ വീടാണ്. അങ്ങനെ എടുത്തോടക്കി വീട് കാണിക്ക്. കണ്ടില്ലേ? അങ്ങനെ എടുത്തോ. മുജീബിൻ്റെ വീടും പിന്നെ റസീദിൻ്റെ വീടൊക്കെയാണ് അവിടെ. റസീദിൻ്റെ വീട് കാണിച്ചു കൊടുക്ക്. റസീദിൻ്റെ വീട് അപ്പുറത്താണല്ലേ? ആ 5 നേരം കെട്ടി കുടിച്ചോ. ഇതാണ് എൻ്റെ അവിടെ പോണ റോഡാണ്. ഇത് നമ്മളെ മുജീബിൻ്റെ ഇതാണ്. എന്തായാലും പറയാ കൊട്ടേഷൻ കാണിച്ചു കൊടുത്ത ആ പേര് കാണിച്ചെടുക്കുക. അതെയാണ് അതാണ്ട് പേരാണോ ഇല്ല. നമ്മളെ എൻ്റെ കൂടെ പഠിച്ചിരുന്നാണ് മുജീബ് എന്ന് പറഞ്ഞ ആള്. അതുകൊണ്ട് ഞാനൊക്കെ ചെറുപ്പം നമ്മുടെ മറവഞ്ചേരി സ്കൂളിൽ പഠിച്ചായിരുന്നു. ആകെ ഞാൻ അവൾ 2-3 നേരം പഠിച്ചിട്ട് വേഗം ഓടി. എന്തായാലും ഇത് ഞങ്ങളെ ശിവന്റെ ഇവിടെ ശിവന്റെ അമ്പലമാണ് ഞങ്ങളെ ഭാഗത്തുള്ളത്. ഇപ്പൊ രാത്രിയായ കാരണം അങ്ങനെ ഒന്നും കാണൂല. അവിടെയാണ് ഇതാണ് ഇല്ലേ? അവിടെയാണ് ശിവന്റെ അമ്പലം. ഇവിടെ ശിവരാത്രി ഭയങ്കര പരിപാടിയാണ് കേട്ടോ. കൊല്ലത്തിലൊക്കെ ഭയങ്കര അപ്രേഷൻ ഉണ്ടായില്ലേ ഉസ്മാനെ? ആ അപ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മളെ ലക്ഷം വീട് കേട്ടോ. അതൊക്കെ ഞാൻ എന്താ പറയാ അങ്ങനെ വീഡിയോ എടുക്കണ അറിയാം. നമ്മളെ വീട് അങ്ങനെ എടുക്കാം. നമ്മളെ വാസേട്ടൻ്റെ വീട് കേട്ടാ. ഇതൊക്കെ നമ്മളെ നിന്റെ സ്നേഹിതന്മാർക്ക് വിട്ടുകൊടുക്കാനാണ്. കാരണം വാസേട്ടൻ്റെ കടയാണിത്. നമ്മളെ എൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് മറവഞ്ചേരിക്കാർ. അപ്പോൾ അവരൊക്കെ ഗൾഫിലാണ് ഉള്ളത്. മോളെ വീടിൻ്റെ അടുക്ക് എത്താറായില്ല. എൻ്റെ അവിടുന്ന് കുറച്ചുള്ളൂ. ഞങ്ങൾ മറവഞ്ചേരിന്നാണ്. 1 കിലോമീറ്ററും കൂടി ഇല്ല. 1/2 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് എൻ്റെ മോളടുക്ക് പോണ വീട്. നമ്മൾ സ്കൂളാണായി പോകണം. കണ്ടിട്ടും കൂടി തന്നെ എൻ്റെ സ്നേഹിതനാണ്. എന്തായാലും പോണ വഴിയാട്ടോ അത്. ഇങ്ങനെ കട്ടാക്കി ഞങ്ങൾ എടുക്കുകയാണ്. കാരണം അതിലൊക്കെ ഇങ്ങനെ കുറെ നീണ്ടു പോകും വീഡിയോ. മോളെ അടുത്ത് പോണ വഴിയാണ്. ഇങ്ങനെ
തിരിയാനുള്ള പരിപാടിയാണ്. ലെഫ്റ്റിലേക്ക് തിരിയാണ്. നാനാക്കാടാകുമ്പോ നല്ല സുഖമാണ്. എന്താ അറിയോ ഉസ്മാനെ, നാനാക്കാടാകുമ്പോഴേ നമ്മൾ ഏത് ചെറിയ വഴിക്കൂടെയും വണ്ടിയിട്ട് പോകും. എന്താ എനിക്ക് പറയാനുള്ളത്? പറഞ്ഞോടാ. ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നാനാക്കാരെടുത്ത് ഇപ്പൊ നന്നായോളൂ എന്ന് പറഞ്ഞോളൂ. എന്തൊരു കത്തിട്ട് പറഞ്ഞതിന് പൈസ ഇല്ല, അത് ഫ്രീ ആണ്. ഇതാണ് മോളെ വീട്. അത് ഈ വീട്ടിലെ ഗേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താണ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആക്കുക. ഇതിന്റെ മോളോടക്ക് മോളെ വീടാട്ടത്. മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ വരാൻ പറ്റിയില്ല. മാഷാ അല്ലാഹ്, ഇവിടെ കട്ടാക്കട്ടെ. എന്തായാലും എൻ്റെ മരുവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാ. ഇതാണ് നമ്മളെ മരുവൻ്റെ വീട്. ഓപ്പോൾ ഇവിടെ ഇല്ല, ഗൾഫിലുള്ളത്. ഓനും ഉപ്പയൊക്കെ അവിടെയാണ്. പിന്നെ മറ്റേ അനിയനും ചെറിയനും അവിടെ തന്നെയാണ്. മാഷാ അല്ലാഹ്, ഇതാണ് ഓൻ്റെ വീടാണിത്, മോളെ വീടാ. ഹായ് മോനെ, എന്താ എൻ്റെ വീരം? ഇതിൻ്റെ കമ്പനിയാണ്. ഇവർ രണ്ടാളും ഭയങ്കര കമ്പനിയാണ്. അങ്ങോട്ട് ഇവിടുന്ന് വരവും പോക്കൊക്കെ ഉള്ള. ഇൻഷാ അല്ലാഹ്. ഹായ് മാഷാ അല്ലാഹ്. നിഷ എവിടെ ജി? എൻ്റെ യാതൊരു വിവരമില്ലല്ലോ. എന്താ പടം ഇവിടെ വീരം? ഇവിടെ അസ്സലാമു അലൈക്കും. ഇതാണ് എൻ്റെ മൂത്ത മോള്. ഇവിടെ എന്താ അന്നൊന്ന് കണ്ടോട്ടെ. മോട്ടിയെ അൻ്റെടാ പറഞ്ഞു ഇങ്ങോട്ട് ഇച്ചൊന്ന് തിരിഞ്ഞു നോക്ക്. എൻ്റെ ഉപ്പാക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ എന്താണ് ഇൻഷാല്ലാ. ഞങ്ങൾ നേരം വഴി ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ ചെറിയൊരു പണീൻ്റെ തിരക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെ സമയം വഴിയത്. ആരും അസ്സലാമു അലൈക്കും. ഇത് ഇവൻ്റെ പേര് മുജീബ് എന്നാട്ടാ. ഞാനും ഇവനൊക്കെ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയ അല്ല മുജീബ് ഇല്ല, നമ്മൾ കണ്ടാലും ഈ മറവഞ്ചേരി സ്കൂളിലെ 1 മുതൽ 5 വരെ. ഇവൻ്റെ പേര് മുജീബ് എന്നാണ്, മറവഞ്ചേരിയാണ്. അപ്പം ഞാൻ മോളെ വീട്ടിൽ വന്ന ഇവൻ്റെ എളാപ്പൻ്റെ മോനല്ലേ? എളാപ്പൻ്റെ മോനാണ് മോളെ. അപ്പോൾ ഞാനും ഇവനാണ് ഈ സ്കൂളിൽ വളരെ ചെറുപ്പത്തിൽ. ഞാൻ ഹംസ, ഇബ്രാഹിം കുട്ടി, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എത്ര ക്ലാസ്സിൽ നിന്നാണ് ഇവിടുന്ന് പോയത് എനിക്ക് ഓർമ്മ ഉണ്ടാ? 5ാം ക്ലാസ്സില 4ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പോയത്. പിന്നെ ഇവരൊക്കെ നല്ല രീതിയിൽ ഇവിടെ പഠിക്കുകയും ചെയ്ത്. പിന്നെ ഞാൻ മദ്രസയിൽ 1-1 ക്ലാസ് 2ാം ക്ലാസ്സിൽ എത്തിയില്ല. 1-1.5 അപ്പം സദർസ്ഥായി ഉണ്ടല്ലോ, അവസ്ഥായിലുള്ള സമയത്ത് ഞാനിവരൊക്കെ ഓരോ പ്രായമാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നതാണ്, മോളെ വീട്ടിലേക്ക് വന്നപ്പോഴാണ്. മുജീബിൻ്റെ ഇവൻ്റെ വീട് ഇവിടെ അടുത്താട്ടാ, ഈ തൊട്ടടുത്താണ് വീട്. അപ്പം പിന്നെ കണ്ടപ്പോൾ ഒന്നുകൊണ്ട് കയറിയതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഇവൻ്റെ പേരാണ് മുജീബ്. ഇവൻ ബിരിയാണി അപ്പുകാരനാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇവനെ ഭയങ്കര കാര്യമാണ്. എന്താ അറിയോ, ഇവിടെ അടുത്ത് എവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിലും ഇവനാണ് ബിരിയാണിൻ്റെ ഇല്ല മുജീബ്, ഇവനാണ് ഏൽപ്പിക്കുക. എൻ്റെ മോളെ കല്യാണത്തിനും ഇവനെ തന്നെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയും ബിരിയാണി വെച്ചിരുന്നു, അവിടെയും ബിരിയാണി വെച്ചിരുന്നു. അതുപോലെ ഇവിടെ ഈ ഭാഗത്ത് നമ്മളെ എന്താണ് ഇവിടെ മണ്ഡപത്തിൻ്റെ പേരെന്താണ്? റിഫ പാലസ് പറഞ്ഞാൽ പാറപ്പുറം. അവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഇവനെ ഏൽപ്പിക്കല്. കണ്ണൂർ കാസർഗോഡ് വരെയൊക്കെ പോയിക്കണല്ലേ? ഇവൻ്റെ കൂടെ ഇവൻ മാത്രമല്ല, ഇവരുടെ കൂടെ പലരും ഉണ്ട്. 16 ആളുണ്ടല്ലേ? 16 പേരുണ്ട്. പക്ഷെ ഇവിടൊക്കെ എല്ലാവർക്കും ഇവിടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇവനാണ് വിളിക്കൽ. ഉള്ളത് നല്ല വൃത്തിയിലുണ്ടാക്കി തരും ചെയ്യും. അത് ഉണ്ടാക്കുന്ന ഭക്ഷണവും നല്ല ടേസ്റ്റാണ്. അതാണ് ഇവിടെ ഉള്ളവർ എല്ലാ ഭാഗത്തുനിന്നും ഇവനക്ക് ഇത്തിരി ഓർഡർ കിട്ടുന്നത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതോടെ തന്നെ പേര് വടക്കാവും. അപ്പോൾ ഇവർക്ക് തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉള്ള ഭക്ഷണം എങ്ങനെയെങ്കിലും നല്ല ഇതിലുണ്ടാക്കിയെങ്കിലും എല്ലാവർക്കും പിന്നെ ആൾക്കാരെ കൊണ്ട് നല്ല അഭിപ്രായം പറയിപ്പിക്കും. അതൊക്കെ നല്ല ഇതിൽ കൂടെയാണ് ഇവിടെ ഉണ്ടാക്കുക. ഇവിടെ അതുപോലെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചില പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുജീബിനെ ഇവിടെ ഞാനെന്നല്ല, ഇവിടെ എല്ലാവരും അങ്ങനെയുള്ള കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഞങ്ങൾ അവിടെ വന്ന് എൻ്റെ വീടിന് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററും കൂടി ഇല്ല എൻ്റെ മോളെ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ എല്ലാവരോടും എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് മോളെ വീട്ടിൽ പോയി ഞങ്ങൾ മടങ്ങി പോരേട്ടാ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇത് ഇവിടെ അങ്ങോട്ട് തീർക്കി വെക്കട്ടെ. ഇന്നലെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഇന്നങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഇന്ന് പോയി വന്നേ പോയില്ല. അങ്ങോട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബായ് എല്ലാവരോടും നമസ്കാരം, നന്ദി. ഇങ്ങോട്ടെ എന്ത് ക്ലിയറാന്ന് അറിയാം.
ഇവിടെ നിക്കടാ നല്ല നമ്മളെ നിക്കടക്ക അയ്യവാ നിന്റെ മോന്റെ ഇവിടെ തിരിയടാ ഇത് എന്റെ മോന്റെ കൂട്ടുകാരനാട്ടാ ഇവര് വീഡിയോ എടുത്ത് ഇവര് കണ്ടിട്ടില്ല ഞാൻ അവന്റെ വീടാണ് അവിടെ ഉള്ളത്. ഇവന്റെ കമ്പനിക്കാരൊക്കെ ഇവിടെ ഉണ്ട് വരും ഇഷ്ടം പോലെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മോന്റെ കൂടെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം കേൾക്കണം. എന്റെ ഇപ്പൊ പറഞ്ഞ കേട്ടപ്പോ നിങ്ങള് ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞ ശേഷം ഇപ്പൊ പറയണേ എടാ പെരുന്നാളിന് സാധനങ്ങളൊക്കെ മേടിക്കണം എന്താ ചെയ്യാന്ന്. അപ്പൊ ഇപ്പൊ ചിരിക്കണക്ക. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ അപ്പാനോടെ ഇപ്പൊ നിങ്ങളെ കരളിന്റെ കഷ്ണം ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളെ മോൻ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ബേജാറെന്ന് വെച്ച് ഞാൻ സംഭവം ഞാൻ പുറപ്പാട് പറഞ്ഞതാ. അപ്പൊക്കെ എന്താ പേടിയാരോ അപ്പൊ മക്കളും കുട്ടികളൊക്കെ വരികയാണ്. അപ്പൊ പല പോക്കറ്റിൽ നിന്ന് പൈസ പോവും. അപ്പൊ അത് പേടിച്ചിട്ട് ഇപ്പൊ പറഞ്ഞെന്താ അറിയാ ഇപ്പൊ ചിരിക്കണ പല ചിരിയെങ്കിലും കണ്ടുപിടിക്കണം ചിരി ചെറിയ ഞാൻ മോനോട് പോരാ. അപ്പൊ ഞാൻ പടം തരാ. അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെയുള്ള പെങ്ങന്മാരെ കുട്ടികളും ആര് വന്നാലും അവർക്കുള്ള എന്ത് വേണമെങ്കിലും വീട്ടിലുള്ള സാധനങ്ങളും അരിയും സാധനങ്ങളും. കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളമ്മ ഞാൻ എന്താ ചെയ്തത് എല്ലാം വാങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? പെൺകുട്ടികളെ മക്കൾക്ക് കൂടെ വന്നപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? ഒന്നിനും ബുദ്ധിമുട്ട് ഉണ്ടായില്ല. അവർക്ക് സന്തോഷം തന്നെ. കാരണം അവർക്കുള്ള അരിയും സാധനങ്ങളും ഇറച്ചും ചപ്പും ചവറും ഇവിടെ ഒപ്പനപ്പാട്ടും ഡാൻസും അതൊക്കെ ഉണ്ടായിരുന്നേ നല്ല സന്തോഷമായില്ല. അപ്പൊ ഞാനിട്ട് ഇപ്രാവശ്യം വന്നപ്പോ എന്റെ അമ്മക്കും ഉപ്പാക്കും ഭയങ്കര സന്തോഷമായി. ഇല്ലെങ്കിൽ മക്കളെ കയ്യും കാലും പിടിക്കണം. എടാ മക്കൾ പെൺകുട്ടികളൊക്കെ അവിടെ വരണണ്ടാ എന്തെങ്കിലുമൊക്കെ പൈസ അയച്ചാട്ടെന്ന്. സത്യം ബെല്ലടിച്ച് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇന്ന ഒരാൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളമാര് ഒന്നും പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസവും ഇല്ല. എൻ്റെ കുട്ടിയുടെ ഇവിടെ പാടി എൻ്റെ അനിയൻ്റെ കുട്ടി അക്ബറിൻ്റെ കുട്ടിയാണ് ഈ വരുന്നത്. ഇവിടെയാണ് നാളെ ഡാൻസ് ആടിയത്. ഇവിടെ വാ ഇവിടെ പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ ആ കുട്ടിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. എന്താണ് അതിൻ്റെ പേര്? സാദിമോൾ പറഞ്ഞ ആര് എന്താണ് പറഞ്ഞു കൊടുക്കേ? സാദിമോളോ? സാദിമോള് പറഞ്ഞ ഒരു യൂട്യൂബ് ഉണ്ട്. ഓളെ കുറെ ഇതൊക്കെ ഉണ്ട്. ഇപ്പം എന്താണ് കയ്യോണ്ട് കാലോട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന സംഭവമൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം. എനിക്ക് നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അനിയൻ്റെ കുട്ടിയാണ് കേട്ടാ. സാധാ ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഇനി പെരുന്നാളൊക്കെ എൻ്റെ പെങ്ങന്മാരും കുട്ടികളൊക്കെ വരും. ഇവിടെ ഭയങ്കര ആഘോഷം ഉണ്ടാക്കി എടുത്ത് വിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് കട്ട് ചെയ്യട്ടെ വരും. സാധാ എല്ലാവരോടും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വിഷമം പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാട്ടെ. നിങ്ങൾ ആരും വേദനിപ്പിക്കാണ്ട് വീഡിയോ എടുത്ത് വിടുന്നല്ല. അസ്സലാമു അലൈക്കും. എന്തേ കട ഇപ്പം നിങ്ങളെ കട അവിടെ പൂട്ടിക്ക് എടുക്കുകയാണ്. ഇപ്പം മഴയായിട്ട് സ്കൂളൊക്കെ പൂട്ടിയിട്ടേ അത് ഇപ്പം അടഞ്ഞെടുക്കണേ. അത് ചെറുക്കാൻ പോയിപ്പോ കട അവിടെ പൂട്ടിക്ക് എടുക്കുകയാണ്. അതിനിപ്പോൾ സ്കൂൾ തുറക്കണോ? അവിടെ സ്കൂൾ തുറന്നിട്ടും കാര്യമില്ല. രണ്ടാമത്തെ നമ്മളാ റോഡുണ്ടല്ലോ ഇപ്പം മറ്റേ ഉണ്ടാക്കിയാണ് ഭൂമിയുടെ അടി കൂടെ ട്രെയിന് പോകണത്. അതിൻ്റെ പണി ഏകദേശം തീർന്നിക്കണേ. ഇനിയിപ്പോൾ അടുത്ത് ചാലാവും. ചാലായി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്താണ് ഈ ബസ് നിർത്തിക്കണേ. അത് ഇപ്പുറത്തും അപ്പുറത്തും ഒരു ഭാഗത്തേക്ക് ആക്കി നമ്മളെ വണ്ടി നിർത്തുന്നിടത്ത് നമ്മളെ കടലുള്ളടത്തേക്ക് അവിടെ നിന്നാണ്ട് ഒഴിവാക്കും. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ജനങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളെ കച്ചവടത്തേക്ക് നോട്ടം കിട്ടും നിങ്ങളെ കടലിൽ. ആ ഏത് ആ റോഡാ? ആ റോഡ് കുലാബയിലേക്കാ പോയിക്കണേ. ഇല്ല അത് നേരെ ഇങ്ങനെ കുലാബ ആ ഭാഗത്ത് വരാണ്. നേവി നഗർ വരെ എന്തോ അത് വരട്ടുണ്ടെന്നാ തോന്നണേ. ഭൂമിയുടെ അടിയിൽ കൂടെ പോണ ട്രെയിന്. പിന്നെ നമ്മളെ കടറ അവിടെയാണ് അതിന്റെ പ്ലാറ്റ്ഫോം ഉള്ളത്. ആ ഭൂമിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ മുകളിൽ ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആ ഞാൻ അവിടെ ചോറും തൊക്കെ കഴിച്ചു. എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വന്നതാ.